മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വം സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 8 വരെ വാക്യം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സസ് 3 to 8. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവർ ദൈവത്തെ കാണും. ചില വ്യവസ്ഥകളോടുകൂടിയാണ് ഭാഗ്യാവസ്ഥ വാഗ്ദാനം ചെയ്യുന്നത്. നാം ചില കാര്യങ്ങൾ നിറവേറ്റിയാൽ മാത്രമേ ഭാഗ്യാവസ്ഥയിൽ പ്രവേശിക്കൂ. ആത്മീയ ദാരിദ്ര്യം സ്വർഗരാജ്യ അനുഭവത്തിനും സൗമ്യത ഭൂമി അവകാശമാക്കുന്നതിനും ഹൃദയശുദ്ധി ദൈവത്തെ കാണുന്നതിനും ആവശ്യമാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും ഇത് ശരിയാണ്. ആരോഗ്യം വേണമെങ്കിൽ ശുചിത്വവും വ്യായാമവും ഭക്ഷണവും ആവശ്യമാണ്. പണ്ഡിതനാകണമെങ്കിൽ ഏകാഗ്രതയോടെ വായിക്കുകയും പരിശ്രമിക്കുകയും വേണം. ചിത്രരചനയിലും സംഗീതത്തിലും വിജയിക്കണമെങ്കിൽ ദീർഘനാളുകൾ അച്ചടക്കത്തോടെ പരിശീലിക്കണം. നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ലോകം നീങ്ങുന്നു. പ്രവൃത്തികൾക്കനുസൃതമായ പ്രതിഫലങ്ങൾ ഉണ്ടാകും. നാം അളക്കുന്ന അളവിനാൽ നമുക്ക് അളന്നു കിട്ടും. സ്നേഹിക്കുന്നവരെ മറ്റുള്ളവർ സ്നേഹിക്കും. വിശ്വസ്തത ലഭിക്കുവാൻ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവർക്ക് അതനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും. അവർക്ക് വിപരീതമായി ആരെങ്കിലും അധർമ്മം പ്രവർത്തിച്ചാൽ ദൈവം ഇടപെട്ട് ന്യായവിധി നടത്തും. ദാവീദിന് സൗളിനെ വിരോധമായി യാതൊന്നും ചെയ്തില്ല. എങ്കിലും സൗൾ ദാവീദിനെ കൊല്ലാൻ ആഗ്രഹിച്ചു. അവസാനം സൗൾ ദാവീദിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. അവസാനം സൗൾ പടയിൽ തോറ്റ് ആത്മഹത്യ ചെയ്തു. ദൈവം ശിക്ഷയുടെ കൈ ഉയർത്തി അവനവന്റെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകും. അതുകൊണ്ട് ഈശോയെ, നീ തന്നെയാണ് നിനക്കുള്ള പ്രതിഫലം ഒരുക്കുന്നത്. നമ്മുടെ കർത്താവിശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.